ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് സെക്രട്ടേറിയറ്റ് OA എഴുതാനായിട്ട് പോകുന്നവർക്ക് അവർക്കോട്ടുള്ള ഒരു ലാസ്റ്റ് മിനിറ്റ് റിവിഷൻ ആണ് കേട്ടോ. ഏറ്റവും നിങ്ങൾ പ്രധാനമായിട്ട് നോക്കിയിരിക്കേണ്ട ഏറ്റവും പുതിയ ചോദ്യ പേപ്പറിലെ 50 ചോദ്യങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്നുള്ളത് നോക്കിയാലോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബോസ്റ്റൺ ടീ പാർട്ടി. ഓക്കെ, ഏതുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ഓപ്ഷൻ ബി, അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം. ഓക്കെ, ആധുനിക ഫ്രാൻസിലെ ജസ്റ്റീനിയൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ചക്രവർത്തി ആരാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, നെപ്പോളിയൻ. അല്ലെ, ഇത് രണ്ടും SCRT ക്വസ്റ്റ്യൻസ് ആണ് അല്ലെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ലാഹോർ സമ്മേളനവുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ തെറ്റായത് ഏതെല്ലാം? തന്നിട്ടുള്ളവയിൽ തെറ്റായിട്ടുള്ളത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്. എന്താണ്? 2, 3 ആണ് ഇവിടെ തെറ്റായിരിക്കുന്നത് കേട്ടോ. 2, 3 ആണ് തെറ്റായിട്ടുള്ളത്. ഓക്കെ, ഞാൻ ജസ്റ്റ് ആൻസേഴ്സ് പറഞ്ഞു പോകുന്നേ ഉള്ളൂ കേട്ടോ. ഇതിന്റെ വിത്ത് എക്സ്പ്ലനേഷനോട് കൂടിയിട്ട് ഒരു വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം. ഇപ്പൊ ഇതൊരു ലാസ്റ്റ് മിനിറ്റ് ആയതുകൊണ്ട് ഞാൻ ഫുൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് നിൽക്കുന്നില്ല. ആൻസർ മാത്രം നമുക്ക് പറഞ്ഞിട്ട് പോവാം. ഓക്കെ, 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് നേതാക്കന്മാരുടെയും അവർ സമരം നയിച്ച സ്ഥലങ്ങളും നൽകിയിരിക്കുന്നു. ഇവയിൽ ശരിയായ രീതിയിൽ ക്രമപ്പെടുത്തുക. ആൻസർ എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. എന്താണ്? 1 ബഹദൂർ ഷാ രണ്ടാമൻ എന്ന് പറയുന്നത് സി, ഡൽഹിയാണ്. 2 ഷമാൽ എന്ന് പറയുന്നത് ബരാട്ടാണ്. മൗലവി അഹമ്മദുള്ള എന്ന് പറയുന്നത് ഫൈസാബാദ് ആണ്. ബീഗം ഹസ്രത്ത് മഹൽ എന്ന് പറയുന്നത് ലക്നൗ ആണ്. ഓക്കെ, അടുത്ത എന്താണ്? തിരുവിതാംകൂറിലെ പണ്ടാരപ്പാട്ട വിളംബരം പുറപ്പെടുവിച്ച വർഷം ഏതാണ് വർഷം? ഓപ്ഷൻ ബി ആണ്, 1865. കേരളത്തിന്റെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? സജി ചെറിയാനാണ് കേട്ടോ. താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. ഉപ്പ് തടാകങ്ങൾ സാധാരണയായിട്ട് കാണപ്പെടുന്നത് മരുഭൂമികളിലാണ്. മരുഭൂമികളിൽ ബാഷ്പീകരണം വർഷണത്തേക്കാൾ കൂടുതൽ ആയിരിക്കും. ഇവിടെ ആൻസർ എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ. എയും ബിയും ശരിയായ പ്രസ്താവനകളാണ്. ബി എന്നത് എയുടെ ശരിയായ വിശദീകരണമാണ്. ഓക്കെ, ബി എന്നത് എയുടെ ശരിയായിട്ടുള്ള വിശദീകരണമാണ്. ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഭൂമിയുടെ അകക്കാമ്പിലെ പ്രധാന ഘടകങ്ങൾ എന്ന് പറയുന്നത് ഇരുമ്പും നിക്കലുമാണ്. ഓക്കെ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. എന്താണ്? 2, 3. അഗുൽഹാസ് ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഒരു ശീതജല പ്രവാഹമാണ്. അതുപോലെ തന്നെ നമ്മുടെ ഗൾഫ് സ്ട്രീം പസഫിക് സമുദ്രത്തിലെ ഒരു ഉഷ്ണജല പ്രവാഹമാണ് അല്ലെ. ഇതാണ് ഇവിടെ ശരിയല്ലാത്ത പ്രസ്താവന. ഓക്കെ, കേരളത്തിലെ ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? ഏറ്റവും വലിയ ജലവൈദ്യുത പദ്ധതി? ഓപ്ഷൻ സി ആണ്, ഇടുക്കി. ചേരുംപടി ചേർത്ത് ശരിയായ ഉത്തരം കോഡുകളിൽ നിന്നും കണ്ടെത്തുക. ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ആണ് കേട്ടോ വരുന്നത്. എങ്ങനെയാണ് വരുന്നത്? എ, ദാമോദർ നദി എന്ന് പറയുന്നത് എങ്ങനെയാണ് വരുന്നത്? ഓക്കെ, ഇവിടെ നമുക്ക് കറക്ഷൻ ഒന്നും ഇല്ല. ഇവിടെ തന്നിരിക്കുന്നത് തന്നെയാണ് കേട്ടോ. ഇവിടെ ശരിയായിട്ടുള്ള ഉത്തരം എന്ന് പറയുന്നത് എന്താണ്? 1, 2 അല്ലെ. ദാമോദർ നദി അസാമിന്റെ ദുഃഖം. അതുപോലെ തന്നെ ഗോദാവരി നദി ബി എന്ന് പറയുന്നത് 2. ദക്ഷിണഗംഗ. കൊയ്ന നദി എന്ന് പറയുന്നത് മഹാരാഷ്ട്രയുടെ ജീവനാഡി. ബ്രഹ്മപുത്ര നദി ഇന്ത്യയുടെ ചുവന്ന നദി. ഓക്കെ, അപ്പൊ ഇവിടെ തന്നിരിക്കുന്നത് ഇത് തന്നെയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് തന്നെയാണ് ഇതിന്റെ ആൻസർ എന്ന് പറയുന്നത്. ക്വസ്റ്റ്യൻ നോക്കിയാലോ. താഴെ പറയുന്നവയിൽ ഏതു ധാതുവാണ് ബ്രൗൺ ഡയമണ്ട് എന്നും അറിയപ്പെടുന്നത്? ബ്രൗൺ ഡയമണ്ട് എന്ന് അറിയപ്പെടുന്നത് എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ്, ലിഗ്നൈറ്റ് ആണ് കേട്ടോ. ലിഗ്നൈറ്റ് ആണ് ആൻസർ എന്ന് പറയുന്നത്. താഴെ പറയുന്നവയിൽ RBIയുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണ്? RBIയുമായിട്ട് ബന്ധമില്ലാത്തത്? ഓപ്ഷൻ ഡി ആണ്, പാവപ്പെട്ടവന്റെ ബാങ്ക് അല്ലെ. പാവപ്പെട്ടവന്റെ ബാങ്കാണ് ഇതുമായിട്ട് റിലേറ്റഡ് അല്ലാത്തത്. ഓക്കെ, ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? കാർഷിക മേഖലാ വികസനം, ചെറുകിട കുടിൽ വ്യവസായങ്ങളുടെ വികസനം, കൈത്തൊഴിൽ വികസനം തുടങ്ങിയവ ലക്ഷ്യമാക്കി 1982 നിലവിൽ വന്ന സ്ഥാപനം ഏതാണ് സ്ഥാപനം? ആൻസർ ഓപ്ഷൻ സി ആണ്, നബാർഡ് ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആദ്യമായിട്ട് അവതരിപ്പിച്ച ഇന്ത്യക്കാരൻ? സാമ്പത്തിക ചോർച്ചാ സിദ്ധാന്തം ആരുടേതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ദാദാബായ് നവറോജി. താഴെ പറയുന്നവയിൽ നീതി ആയോഗിന്റെ ലക്ഷ്യം അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ ആണ്, ജൈവ കൃഷി രീതി ഉപയോഗിച്ച് കാർഷികോൽപാദനം വർദ്ധിപ്പിക്കുക. ഓക്കെ, അതാണ് നീതി ആയോഗിന്റെ ലക്ഷ്യം അല്ലാത്തത്. ഹോട്ടൽ, ബാങ്കിങ്, റിയൽ എസ്റ്റേറ്റ് എന്നിവ ഏതു മേഖലയിൽ പെടുന്നു? ഓപ്ഷൻ എ, തൃതീയ മേഖലയിൽ പെടുന്നു. ഹിൽട്ടൺ യങ് കമ്മീഷൻ താഴെ പറയുന്നവയിൽ എന്തിന്റെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ഹിൽട്ടൺ യങ് കമ്മീഷൻ എന്തിന്റെയാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, RBIയുടെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഈ 1949 നവംബർ 26 ദിവസം ഇതിനാൽ ഈ ഭരണഘടനയെ സ്വീകരിക്കുകയും നിയമമാക്കുകയും നമുക്ക് തന്നെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ ഏതു ഭാഗവുമായി ബന്ധപ്പെട്ട വാചകമാണ് മുകളിൽ തന്നിരിക്കുന്നത്? ഏതുമായിട്ട് ബന്ധപ്പെട്ടതാണ്? ആമുഖവുമായിട്ട് റിലേറ്റഡ് ആയതാണ് തന്നിരിക്കുന്നത്. ഓക്കെ, താഴെ തന്നിരിക്കുന്നവയിൽ കൂട്ടത്തിൽ പെടാത്തത് ഏതാണ്? ഓപ്ഷൻ ബി ആണ്. എന്താണ്? പൗരന്മാർക്ക് ഏകരൂപമായ സിവിൽ നിയമ സംഹിത നടപ്പിലാക്കുക, വകുപ്പ് 44. ഓക്കെ, അടുത്തത് എന്താണ്? ചേരുംപടി ചേർക്കുക. ഇന്ത്യൻ ഭരണഘടന ഭേദഗതികളാണ് തന്നിരിക്കുന്നത്. ഇതിൽ ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്താണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് കേട്ടോ. എന്താണ്?
അതായത് ഒന്നെന്ന് പറയുന്നത് എന്താണ്? ഡി ആണ്. ഓക്കെ, ഡി ആണ് വരുന്നത്. ചെറിയ ഭരണഘടന മൗലിക കടമകൾ. ഓക്കെ, എന്താണ്? മൗലിക കടമകൾ. 44-ാം ഭേദഗതി എന്താണ്? സി ആണ് വരുന്നത് അല്ലെ, വകുപ്പ് 300A. അതുപോലെ തന്നെ ഇതുമായിട്ട് ഏതാണ് റിലേറ്റഡ് ആയിട്ട് വരുന്നത്? 4 വരുന്നത്. 1978 അല്ലെ, 1978. അടുത്ത എന്താണ്? ബി ആണ്. അല്ല സോറി, മൂന്നാമത് എന്ന് പറയുന്നത് ബി ആണ്. ബി എന്താണ്? 73-ാം ഭേദഗതി 11-ാം പട്ടിക. 11-ാം പട്ടിക എന്തുമായിട്ട് റിലേറ്റഡ് ആണ്? ത്രിതല പഞ്ചായത്ത്. ഓക്കെ, അടുത്ത എന്താണ്? 4-ാമത് 86-ാം ഭേദഗതി എന്ന് പറയുന്നത് വകുപ്പ് 21A. എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്? വിദ്യാഭ്യാസം മൗലിക അവകാശം. ഓക്കെ, ഇതാണ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, താഴെ തന്നിട്ടുള്ളവയിൽ കൺകറന്റ് ലിസ്റ്റിൽ പെട്ടത് ഏതൊക്കെ വിഷയങ്ങളാണ്? കൺകറന്റ് ലിസ്റ്റിൽ ഏതൊക്കെയാണ് പെട്ടിരിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി ആണ്. എന്താണ്? 1, 2, 3, 4, 5, 6. വിദ്യാഭ്യാസം, വനം, മായം ചേർക്കൽ, തൊഴിലാളി സംഘടന, വിവാഹമോചനവും ദത്തെടുക്കലും പിന്തുടർച്ചയും. ഇതെല്ലാം തന്നെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെട്ടവയാണ്. ഓക്കെ, രാജ്യസഭയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? രാജ്യസഭയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഇതിൽ തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും തെറ്റാണ്. രാജ്യസഭയുടെ കാലാവധി 6 വർഷമാണ്. അംഗങ്ങളെ തെരഞ്ഞെടുക്കുന്നത് FPTP, അതായത് ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സമ്പ്രദായത്തിലൂടെയാണ്. രാജ്യസഭാ അംഗമാകണമെങ്കിൽ 35 വയസ്സ് പൂർത്തിയാകണം. രാജ്യസഭയുടെ മറ്റൊരു പേരാണ് ഹൗസ് ഓഫ് ദി പീപ്പിൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിലെല്ലാ പ്രസ്താവനകളും തന്നെ തെറ്റാണ്. ഓക്കെ, ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചനാധികാരത്തിൽ പെടാത്തത് ഏതൊക്കെ? അധികാരത്തിൽ പെടാത്തത് ഏതൊക്കെയാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ്. എന്താണ്? രാഷ്ട്രപതിയുടെ ഗവർണറെ നിയമിക്കാനുള്ള അധികാരം. ഇത് മാത്രമാണ് ഇതിൽ പെടാത്തത്. ഓക്കെ, ആൻസർ എന്താണ്? ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്ത എന്താണ്? ഇന്ത്യൻ രാഷ്ട്രപതി ആംഗ്ലോ ഇന്ത്യൻ സമൂഹത്തിലെ 2 അംഗങ്ങളെ ലോക്സഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്യുന്ന രീതി നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി. ഏതാണ് ഭരണഘടനാ ഭേദഗതി? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്. 104-ാം ഭരണഘടനാ ഭേദഗതി. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ എന്താണ്? താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? താഴെ തന്നിരിക്കുന്നതിൽ ഏതാണ് ശരിയായിട്ടുള്ളത്? ഓപ്ഷൻ സി ആണ് അല്ലെ, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. എന്താണ്? ഇന്ത്യയിലെ നിയമസഭ, ലോക്സഭാ മണ്ഡലങ്ങളുടെ അതിർത്തികൾ പുനർനിർണ്ണയിക്കൽ അധികാരം ഡീലിമിറ്റേഷൻ കമ്മീഷനാണ്. ഡീലിമിറ്റേഷൻ കമ്മീഷന്റെ ഉത്തരവുകൾ ഒരു കോടതിയിലും ചോദ്യം ചെയ്യാൻ കഴിയില്ല. ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിച്ചത് 1951-ലാണ്. ഇതിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ആൻസർ എന്താണ്? എല്ലാം തന്നെ ശരിയാണ്. ഓക്കെ, ഇന്ത്യൻ ധനകാര്യ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ. ഇവിടെ വരുന്ന 1, 2, 4. ധനകാര്യ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വകുപ്പാണ് 280. അതുപോലെ തന്നെ ഇതിന്റെ കാലാവധി 5 വർഷമാണ്. ഡോക്ടർ അരവിന്ദ് പനഗിരിയാണ് ഇതിന്റെ ചെയർമാൻ. ഓക്കെ, ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ എന്താണ്? ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓക്കെ, പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഇവിടെ ഓപ്ഷൻസ് നോക്കാം. സ്ത്രീക്കും പുരുഷനും തുല്യ വേതനം നൽകണം. 15 ദിവസത്തിനകം തൊഴിൽ നൽകാത്ത പക്ഷം തൊഴിൽ രഹിത വേതനം നൽകണം. തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായാൽ അപേക്ഷിച്ച് 15 ദിവസത്തിനകം തദ്ദേശീയ ജോലികൾ നൽകണം. ഇവിടെ ആൻസർ എന്താണ്? ഓപ്ഷൻ ഡി ആണ്. എല്ലാം തന്നെ ശരിയാണ് കേട്ടോ. 3 ശരിയായിട്ടുള്ള ആൻസർ ആണ്. ഓക്കെ, അടുത്ത എന്താണ്? കേരള സോഷ്യൽ സെക്യൂരിറ്റി മിഷൻ. ഓക്കെ, KSSM എത്ര അംഗങ്ങളാണ് ഉള്ളത്? എത്ര അംഗങ്ങളാണ് ഇതിലുള്ളത്? ഓപ്ഷൻ എ 15 അംഗങ്ങളാണ്. ഓക്കെ, താഴെ പറയുന്നവയിൽ എത്ര വയസ്സ് തികഞ്ഞവരെയാണ് മുതിർന്ന പൗരന്മാരായിട്ട് കണക്കാക്കുന്നത്? മുതിർന്ന പൗരൻ എന്ന് പറയുന്നത് എത്ര വയസ്സ് തികയണം? 60 വയസ്സ് തികയണം. ഓക്കെ, കേരള സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ വൈസ് ചെയർമാൻ ചുമതല വഹിക്കുന്നത് ആരാണ്? വൈസ് ചെയർമാൻ ആരാണ്? റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് എക്കോളജി എന്ന പുസ്തകത്തിന്റെ രചയിതാവ്. ഇന്ത്യൻ മാനുവൽ ഓഫ് പ്ലാന്റ് എക്കോളജി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് എന്ന് പറയുന്നത് ആരാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ്. ആരാണ്? റാംഡിയോ മിശ്ര. ഓക്കെ, ആരാണ്? റാംഡിയോ മിശ്ര. ഓക്കെ, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏതാണ്? UNEP സ്ഥാപിതമായ വർഷം 1972 പരിസ്ഥിതി സംഘടനയായ ഗ്രീൻ പീസ് ആരംഭിച്ച വർഷം 1971. ഗ്രീൻ ക്രോസ് ഇന്റർനാഷണൽ സ്ഥാപിച്ച വർഷം 1995. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. 3 മാത്രം. ഓക്കെ, ഇതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓക്കെ, ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്. 1, 2, 3. എന്തൊക്കെയാണ്? സാൽമണല്ല ടൈഫി പരത്തുന്ന ടൈഫോയിഡ് രോഗികൾ രോഗം കാഠിന്യമേറുന്ന സന്ദർഭങ്ങളിൽ കുടലിൽ ദ്വാരങ്ങൾ കാണപ്പെടുന്നു. പ്ലാസ്മോഡിയം പരത്തുന്ന മലേറിയ രോഗത്തിൽ വിറയലോട് കൂടിയ ശക്തമായ പനി ലക്ഷണമായി കാണപ്പെടുന്നു. ഹീമോഫിലിസ് ഇൻഫ്ലുവൻസ ഉണ്ടാക്കുന്ന ന്യൂമോണിയ രോഗങ്ങളിൽ പനി, ചുമ, നെഞ്ചുവേദന തുടങ്ങിയ ലക്ഷണങ്ങൾ കാണിക്കുന്നു. ഓക്കെ, ഇവിടെ എല്ലാം തന്നെ ശരിയാണ്. ഓപ്ഷൻ സി ആണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ,
മനുഷ്യന്റെ പല രീതിയിലുള്ള ഇടപെടലുകൾ ഭീമമായ രീതിയിൽ ജീവികളുടെ വംശനാശത്തിന് കാരണമാകുന്നുവെന്ന് വെളിവാക്കുന്നു. ആറാം വംശനാശം ഒരു അസ്വാഭാവിക ചരിത്രം ദ സിക്സ് എക്സ്റ്റൻഷൻ അൺനാച്ചുറൽ ഹിസ്റ്ററി എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ് രചയിതാവ്? ഓപ്ഷൻ ബി ആണ് എലിസബത്ത് കോൾബർട്ട്. ഓക്കെ, ഒരു നിശ്ചിത അളവിൽ CO2 പോലുള്ള ഹരിതഗൃഹവാതകങ്ങൾ പുറന്തള്ളാൻ അനുവദിക്കുന്ന ഒരു പെർമിറ്റ്, എന്താണ് പെർമിറ്റ് എന്ന് പറയുന്നത്? ഓപ്ഷൻ സി ആണ്, കാർബൺ ക്രെഡിറ്റ്. ആൻസർ എന്താണ്? കാർബൺ ക്രെഡിറ്റ്. ഓക്കെ, കോളേജ് വിദ്യാർത്ഥികളുടെ മാനസികാരോഗ്യം മെച്ചപ്പെടുത്തി ആത്മഹത്യാ പ്രവണത കുറയ്ക്കുന്നതിനായിട്ട് കേരളത്തിൽ ആരംഭിച്ച പദ്ധതിയുടെ പേര് എന്താണ്? ഓപ്ഷൻ ഡി ആണ്, ജീവനിയാണ് ആൻസർ. ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും ഉയരം കൂടുന്നതനുസരിച്ച് ഗുരുത്വാകർഷണം എങ്ങനെയാണ് ഗുരുത്വാകർഷണം? ആൻസർ ഓപ്ഷൻ ബി ആണ്, കുറയുന്നു. ഓക്കെ, ഒരു ഗോളീയ ദർപ്പണത്തിന്റെ വക്രതാ ദൂരം 15 സെന്റിമീറ്റർ ആണ്. അതിന്റെ ഫോക്കസ് ദൂരം എത്രയാണ്? ഓപ്ഷൻ സി ആണ്, 0.075 m ആണ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻ സി ആണ് ആൻസർ. എയർക്രാഫ്റ്റ് ലാൻഡിംഗ് ഗിയർ പ്രവർത്തനത്തോട് ബന്ധമില്ലാത്തത് ഏതാണ് ബന്ധമില്ലാത്തത്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ബാലൂസ് നിയമം. ഓക്കെ, താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യയുടെ സ്പേസ് ഡോക്കിംഗ് നേട്ടം? ഓക്കെ, സ്പേസ് ഡോക്കിംഗ് നേട്ടം എന്ന് പറയുന്നത് ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, ചന്ദ്രയാൻ 4. പദാർത്ഥ കണികകളുടെ ദ്വൈത സ്വഭാവം ആദ്യമായിട്ട് നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞൻ ആരാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, ഡി ബ്രോഗ്ലി. ഓക്കെ, CuNH3 Cl3 എന്ന കോർഡിനേഷൻ സംയുക്തത്തിലെ കോപ്പറിന്റെ ഓക്സീകരണാവസ്ഥ എത്രയാണ് തന്നിരിക്കുന്നതിൽ? കോർഡിനേഷൻ സംയുക്തത്തിലെ കോപ്പറിന്റെ ഓക്സീകരണ അവസ്ഥയാണ് ചോദിച്ചിരിക്കുന്നത്. എത്രയാണ്? ആൻസർ ഓപ്ഷൻ ബി ആണ്, +3 ആണ് കേട്ടോ, +3 ആണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ലൂയിസ് ബേസ് അല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ആണ്, CO2 ആണ് ലൂയിസ് ബേസ് അല്ലാത്തത്. ഓക്കെ, 2023 രസായനത്തിന് നോബൽ പ്രൈസ് എന്തിന്റെ കണ്ടുപിടുത്തത്തിനാണ് നൽകപ്പെട്ടിട്ടുള്ളത്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ് അല്ലെ, ക്വാണ്ടം ഡോട്ട്സിന്റെ ആണ് നൽകപ്പെട്ടിട്ടുള്ളത്. താഴെ പറയുന്ന ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഓക്കെ, താഴെ തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ എ ആണ്, 1ഉം 2ഉം മാത്രമാണ് ശരിയായിട്ടുള്ളത്. ഇന്ത്യയിലെ ആദ്യ എക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ചത് തെന്മല, കൊല്ലം ജില്ലയിലാണ്. വേലുത്തമ്പി ദളവയുടെ കുണ്ടറ വിളംബരം നടന്നത് കൊല്ലം ജില്ലയിലാണ്. ഇത് രണ്ടും മാത്രമാണ് ഇതിൽ ശരിയായ പ്രസ്താവനകൾ. ഓക്കെ, അടുത്തതും ശരിയായ പ്രസ്താവനകൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്, എല്ലാം ശരിയാണ്. എന്തൊക്കെയാണ്? ഭാരത സർക്കാരിന്റെ ജോഗ്രഫിക്കൽ പേറ്റന്റ് ടാഗ് ആദ്യമായിട്ട് ലഭിച്ചത് ആറന്മുള കണ്ണാടിക്കാണ്. ജെസി ഡാനിയൽ അവാർഡ് നേടിയ ആദ്യ വനിത ആറന്മുള പൊന്നമ്മയാണ്. ഒളിമ്പിക്സ് ഫുട്ബോൾ ടീമിൽ അംഗമായ ആദ്യ മലയാളി കായിക താരം തോമസ് മത്തായി വർഗീസ് ആണ്. പത്തനംതിട്ടയുടെ സാംസ്കാരിക തലസ്ഥാനം എന്നറിയപ്പെടുന്നത് ആറന്മുളയാണ്. ഇവിടെ ആൻസർ എന്താണ്? ഓപ്ഷൻ സി ആണ്, എല്ലാം ശരിയാണ്. ഓക്കെ, താഴെ പറയുന്ന പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട് വ്യക്തിയെ തിരിച്ചറിയുക. സാരഞ്ജിനി പരിണയം, സുശീല ദുഃഖം എന്നീ നാടകങ്ങൾ രചിച്ചു. 1898 ജനുവരിയിൽ കോഴിക്കോട് ബ്രഹ്മസമാജത്തിന്റെ ശാഖ സ്ഥാപിച്ചു. റാവു സാഹിബ് എന്ന സ്ഥാനപ്പേര് ലഭിച്ചു. ദേവേന്ദ്രനാഥ ടാഗോറിന്റെ ബ്രഹ്മധർമ്മ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തി. എന്താണ് ആൻസർ? ഓപ്ഷൻ സി ആണ്, അയ്യത്താൻ ഗോപാലൻ. ICC ചാമ്പ്യൻസ് ട്രോഫി ക്രിക്കറ്റ് പുരുഷന്മാരുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് ഇവിടെ ആൻസർ ഓപ്ഷൻ ബി ആണ്, 2ഉം 3ഉം ആണ് ഇവിടെ തെറ്റായിട്ടുള്ള പ്രസ്താവന കേട്ടോ. ഓക്കെ, ഇന്ത്യ പോലെ 3 തവണ കിരീടം നേടിയ മറ്റൊരു ടീം ഓസ്ട്രേലിയയാണ്. അതുപോലെ തന്നെ സൗത്ത് ആഫ്രിക്ക ഒരിക്കൽ പോലും കിരീടം നേടിയിട്ടില്ല. ഇതാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഓക്കെ, താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഓക്കെ, ഇവിടെ ശരിയായിട്ടുള്ളത് ഏതാണ്? ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ എ ആണ് കേട്ടോ, 1ഉം 3ഉം ആണ് ഇവിടെ ആൻസർ എന്ന് പറയുന്നത്. എന്താണ്? 1ഉം 3ഉം ആണ് ആൻസർ എന്ന് പറയുന്നത്. അന്താരാഷ്ട്ര ഒളിമ്പിക് കമ്മിറ്റി അധ്യക്ഷയായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യത്തെ വനിതയാണ് ക്രിസ്റ്റി കവൻട്രി. അതുപോലെ തന്നെ ഈ പദവിയിൽ എത്തുന്ന ആദ്യത്തെ ആഫ്രിക്കൻ വംശജയാണ്. ഓക്കെ, ഇത് രണ്ടും ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ്. ഓക്കെ, നമ്മൾ ഇന്ന് ഏറ്റവും പുതിയത് കേട്ടോ, ഇന്നലെ കഴിഞ്ഞിട്ടുള്ള ഒരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് എടുത്തിട്ടുള്ളത്. ഒരുപാട് ടഫ് ഒന്നും അല്ല. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി എക്സാം എഴുതുന്ന സെക്രട്ടേറിയറ്റ് OA എഴുതുന്ന ആൾക്കാർക്ക് എന്തായാലും ഇത് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോ വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം.